അന്നെ നാളെ നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറി അല്ലേ? എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണം? നിന്റെ അല്ലേ സെലിബ്രേഷൻ? ഭാര്യയുടെ ചെലവിൽ 1 വർഷം പൂർത്തിയായ വാർഷികം. നിന്നെ പോറ്റി വളർത്തി ഞാൻ മടുത്തു. എന്നും വിചാരിക്കും ഇന്ന് നന്നാവും നാളെ നന്നാവും. നമ്മുടെ സമയം വന്നിട്ടില്ല അല്ല, അത്രേ ഉള്ളൂ. നീ നോക്കിക്കോ, നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നടക്കുന്ന ദിവസം ഉറപ്പായിട്ടും വരും. തുടങ്ങി സ്വപ്നങ്ങൾ. ഉപ്പ് വാങ്ങാൻ പോലും വകയില്ല. സ്വപ്നങ്ങൾക്കോ യാതൊരു പഞ്ഞുമില്ല. നിന്റേതായ എന്തെങ്കിലും ഉണ്ടോ ഈ വീട്ടില്? നമുക്കതിന് ഇവിടെ അത്ര കഷ്ടപ്പാടൊന്നുമില്ലല്ലോ, സൗകര്യത്തിന് എല്ലാം ഉണ്ട്. നാണമില്ലല്ലോ നിനക്ക് ഇങ്ങനെ പറയാൻ? എന്റെ ഈ സാരി പോലും നിന്റെ അമ്മച്ചി മേടിച്ച ഔദാര്യ. പെരുകി വരുന്ന ഔദാര്യങ്ങൾക്ക് കടപ്പാടുകൾക്കിടയിൽ ജീവിക്കാൻ എനിക്കിനി വയ്യ. ഞാൻ ശ്രമിക്കാനിട്ടൊന്നുമില്ലല്ലോ. ഇതിനു മുമ്പ് ഞാൻ ചെയ്ത പണി എന്താന്ന് നിനക്ക് നന്നായി അറിയാവുന്നതല്ലേ? ഞാൻ ഇത് അനുഭവിക്കണം. അയാളെ ഒഴിവാക്കിയ ശിക്ഷയാണിതല്ല. ഇനിയും വൈകിട്ടില്ല. അയാൾ ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലോ. എന്റെ ജീവിതത്തിൽ നീ എന്തൊരു തടസ്സാ. ആദ്യം കാമുകൻ ചമഞ്ഞ്, പിന്നെ ഭർത്താവ് ചമഞ്ഞ്. എനിക്കിനി വയ്യ. അയാൾക്ക് ഞാൻ എഴുതുന്നുണ്ട്. എത്ര തവണ പറഞ്ഞു കടന്നു പോവാൻ. നിനക്കൊരിക്കലും മനസ്സിലാവില്ല. വിവാഹ ജീവിതം താലിച്ചരട് പോലെ ഇടുങ്ങിയതാണ് നിനക്ക്. അന്നും ഇന്നും നിന്റെ ഇഷ്ടം തന്നെയാണ് ഈ ജീവിതം. എനിക്കും ഭാരമായി തുടങ്ങിയിരിക്കുന്നു. നിന്റെ സ്നേഹത്തിൻ്റെ ഭാരം എനിക്കിനി താങ്ങാൻ വയ്യ. നീയാണ് ശരിയെന്ന. എത്ര നാളിങ്ങനെ ഒരാളുടെ ഔദാര്യത്തിൽ. പക്ഷേ